സാർ ഇന്നലെ SFI ഡൽഹി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷിനെതിരെ AKG ഭവനിൽ നടന്ന ഒരു നാടകീയമായ സംഭവം. ജോൺ ബ്രിട്ടാസ് MP വരുന്നു, അതിനെ തടയുന്നു. യൂണിഫോമിലല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്നു, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. അതിന് അവർ പറയുന്ന ന്യായങ്ങളും ഒക്കെ കേട്ടു. പക്ഷേ ബ്രിട്ടാസ് MP പറയുന്നത് കേട്ട് മിണ്ടാതെ പോകാൻ മാത്രമാണ് അവർക്ക് അവിടെ നിന്ന് സാധിച്ചത്. സത്യത്തിൽ എന്തിനായിരുന്നു ഇത്രയും നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഇന്നലെ ധൃതിപ്പെട്ട് അവർ നടത്തിയത്? അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം പരിഭ്രാന്തിയിലാണ് മോദി ഭരണകൂടം എന്നുള്ളതാണ്. കൂടാതെ അമിത്ഷായൊക്കെ. കാരണം കഴിഞ്ഞ 12 കൊല്ലത്തെ ഭരണത്തിനിടക്ക് ഇതേവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ തകർച്ചയാണ് മോദിയുടെ ഇമേജിന് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ അമിത്ഷായുടെ നടപടികളും ഫലപ്രദമാകാതെ പോയി എന്ന് പറഞ്ഞാൽ അമിത്ഷാ ആയിരുന്നു അവിടെ ക്രമസമാധാനം പാലിക്കേണ്ട ഒരാൾ. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു പോലീസ്. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ കഴിയാതിരുന്നതിന് ശേഷം ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയോ? RSS സംഘപരിവാറിന്റെയും RSSന്റെയും ബജരംഗദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും പോലെയുള്ള എണ്ണിയാലൊടുക്കാത്ത കാക്കത്തൊള്ളായിരം സംഘടനകളിൽ നിന്ന് വലിയ എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയേ ഉള്ളോ നമ്മൾ എന്ന് പറയുന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് കാണിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇന്നലെ പോയി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇനി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ കേസ് എന്താണെന്ന് നമ്മളൊന്നും അറിയണ്ടേ? 2021 ബംഗ്ലാ ഭവനിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയതിന്റെ ഒരു കേസാണ്. ആ പ്രതിഷേധം നടത്തിയ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പബ്ലിക് ന്യൂയിസൻസോ ട്രസ്പാസിന്റെ ഒക്കെ ഒരു വകുപ്പാണ് ഇട്ടേക്കണം. രണ്ടാമത്തെ ഒരു ചെറിയ വകുപ്പ്. ഈ 2 വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്ക് തടവും 2000 രൂപ പിഴയും, വേറൊരു മാസം എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് തടവും പിഴയുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഇവരെ അറിയിച്ചപ്പോ ഇവരെ ഇവർക്ക് വേണ്ടി ഹാജരായിരുന്ന അഡ്വക്കേറ്റ്സ് ഇവരെ കൃത്യമായിട്ട് അറിയിച്ചില്ല. കാരണം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തലപോണ കേസൊന്നുമില്ല. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കേസാണ്. ഇനി രണ്ടാമത്തത് ഇപ്പൊ അവർക്കെതിരെ ഒരു LPW വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കോടതി ചെന്ന് ഞാൻ ഹാജരായിട്ടുണ്ട്, അതൊന്ന് റീകോൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന കേസേ ഉള്ളൂ. അപ്പൊ ആ കേസ് അന്വേഷിച്ച് പിടിച്ച് ഇന്നലെ ഒരു പുള്ളിക്കാരി അവര് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി ഡ്യൂട്ടി ആയിരുന്നു. ആ ഡ്യൂട്ടിയിൽ നിന്ന് നേരെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും ഒരു നാഷണൽ പാർട്ടി ആയിട്ടുള്ള CPMന്റെ AKG ഭവനിലേക്ക് കയറിച്ചെന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടൊരു ആവശ്യമില്ല. പിന്നെ ഇതിന് പിന്നെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചൊരു കാര്യമുണ്ട്. നേരത്തെ ഉണ്ടായ പ്രകോപനം ഞാൻ പറഞ്ഞു, അതാണ് അടിസ്ഥാനപരമായ കാര്യം. പെട്ടെന്ന് പ്രകോപിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐഷി ഘോഷ് അടക്കമുള്ള ആളുകൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിറ്റിഗേഷൻ അനുസരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൽഹി പോലീസുകാർ മൊബൈൽ ക്യാമറകളിലടക്കം മറ്റ് നിരവധി ക്യാമറകളിലടക്കം അവിടെ വന്ന ഫേസ് ഡിസ്റ്റൻഷൻ ക്യാമറകളടക്കമുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ CP+ന്റെ അവരുടെയൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ്. അവർ ഇന്ത്യയിൽ വലിയ പാർട്ടിയാണ്. അപ്പൊ അവരുടെയൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ആളുകളുടെയൊക്കെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ എടുത്തിരുന്നു. അപ്പൊ ഹൈക്കോടതിയിൽ ചെന്ന് പറഞ്ഞത് അങ്ങനെ ചിത്രങ്ങൾ എടുക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ്, അത് നിങ്ങൾ കളയണം എന്നാണ് പറഞ്ഞേക്കണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഞങ്ങളിത് പിൻവലിച്ചോളാം ഈ ഹർജി എന്നുള്ളതാണ് പറഞ്ഞേക്കണം. പക്ഷെ ആ ഹർജി പിൻവലിക്കാനായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായി. കോടതിയിൽ അതും അംഗീകരിച്ചില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ തലക്കാകെ വെളിവില്ലാതെ ഇരിക്കുകയാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തീക്കൊള്ളി കൊണ്ട് തലയുറയിലാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രതികാര നടപടികളും പ്രതിഷേധ നടപടികളും ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ ഐഷി ഘോഷൊക്കെ അങ്ങോട്ട് പേടിച്ചോടും. അല്ല, ഐഷി ഘോഷ് 19ാമത്തെ വയസ്സിൽ വളരെ ക്രൂരമായ രീതിയിൽ പ്രതിഷേധത്തിന് അതായത് ഒരു ഇരയാവുകയും ഒക്കെ അത്തരത്തിലൊക്കെ ചെയ്തതാണ്. അപ്പോ ഇത്തരത്തിലുള്ളൊരു വിഷയം വരുന്ന സമയത്ത് സത്യത്തിൽ ഐഷി ഘോഷിന് നേരെ തിരിച്ചും ചെയ്തുകൂടെ? അതായത് വെല്ലുവിളിക്കാമല്ലോ. ഒരു വലിയ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ് അവർ ജയിച്ചു നിൽക്കുന്ന സമയം കൂടിയാണ്. ഒരു വലിയ പബ്ലിക്കിന്റെ മുഴുവനും ആനുകൂല്യവും സപ്പോർട്ടും ഇവർക്കുണ്ട്. അപ്പൊ എന്തിനാണ് AKG ഭവനിൽ പോയിട്ട് ഇരുന്നത് എന്നുള്ള ചോദ്യവും വരില്ലേ? ഇപ്പൊ സാർ പറഞ്ഞു ഒരു മാസം തടവും പിന്നെ ഏതാണ്ട് 2000 രൂപ. അല്ല, AKG ഭവനിൽ പോയി മനഃപൂർവ്വം ഇരുന്നല്ല. ഇവര് AKG ഭവനിലേക്ക് ഈ പോലീസുകാർ എത്തുന്നതിന് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് ഇവര് AKG ഭവനിലേക്ക് എത്തിയിട്ടുള്ളൂ. ആ സമയം മുഴുവൻ പുറത്തായിരുന്നു. അപ്പൊ പുറത്തായിരുന്നപ്പോ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവരെ പിന്തുടരുകയാണ് പോലീസ്. എന്ത് കാര്യം ഇരിക്കണം? എന്താ കാര്യം ചിത്രമുള്ളൂ.
CJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇത്തരത്തിൽ എങ്ങനെ സമരം വിജയിപ്പിച്ചു? ഞങ്ങള് പ്രതിപക്ഷത്തിനെയും അതുപോലെ ഭരണകൂടത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും കൂടാതെ മാധ്യമങ്ങളെയും എല്ലാം വിലക്കെടുത്ത് ഞങ്ങൾ അടുത്ത 50 കൊല്ലം ഞങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ചെറിയ പിള്ളേര് ഇത്ര വലിയ നേട്ടം ഉണ്ടാക്കിയത് എന്നവരെ വളരെ വിശദമായി ആലോചിച്ച് അന്വേഷിച്ച് എൻക്വയറി എടുത്തപ്പോൾ അവർ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SFIയും ഇടതുപക്ഷ സംഘടനകളുമാണ് ഇതിന് കൂട്ടുനിന്നേക്കണമെന്ന് അവർ കണ്ടെത്തി. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഓർഗനൈസറിൽ അതുമായി ബന്ധപ്പെട്ട് ലേഖനം തന്നെ വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ ഈ ഐഷ ഘോഷിനെതിരെയൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അവർ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിൽക്കുകയാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യയിൽ ഇത്ര വലിയ തിരിച്ചടിയേറ്റത്. അപ്പൊ ആ തിരിച്ചടിയേറ്റതിന് അവരുടെ അണികളിലടക്കാൻ അയ്യേ നിങ്ങൾ ഇത്ര ഉള്ള എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാകുന്നു. ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്വാമിനാഥൻ ഗുരുമൂർത്തി എന്നറിയപ്പെടുന്ന തുക്ലക്കിന്റെ ഒക്കെ എഡിറ്റർ, അദ്ദേഹം RBIയുടെ ഒക്കെ ഡയറക്ടറാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹം വന്ന് ഇതുപോലെ വലിയ ഇത് രാജ്യദ്രോഹ പ്രവർത്തികളാണ്, എലവൻസിനകത്ത് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇവർ നടപടി എടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതുപോലെ മറ്റേ തീവ്ര ഹിന്ദുത്വ ഭ്രാന്തുള്ള നമ്മുടെ TG മോഹൻദാസ് ഒക്കെ ഇരുന്ന് അവര് മറ്റേ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരായിരുന്നു, അവര് ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നെങ്കിൽ വെട്ടിവെച്ച് കൊന്നേനെ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ അണികളൊന്ന് തൃപ്തിപ്പെടുത്തണ്ടേ? ആ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തണ്ടേ? ഒന്ന്. രണ്ടാമത്തത് ഇത് ഒന്ന് ഇവരെ തൃപ്തിപ്പെടുത്താൻ, രണ്ടാമത്തത് ഇവരുടെ തന്നെ വെജൻസും പരിഭ്രാന്തിയും മൂലം ഇവര് ഒറ്റപ്പെട്ട വേട്ടയാടലുകൾക്ക് ഇവര് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ തുടക്കം കുറിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അഭിഭാഷകൻ വന്ന് പറഞ്ഞേക്കുന്നത് ജന്തർ മന്ദറിൽ ഉള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരിക്കലും കേസെടുക്കില്ല, ഞങ്ങൾ FIR ഇടില്ല, ഞങ്ങൾ അതിന്റെ പുറത്ത് ഒരു പ്രതികാര നടപടി ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. 2800 പേരെ സംബന്ധിച്ചിടത്തോളം 2800ഓളം പേര് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, കേസുകളുണ്ട്, അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞേക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ സമരത്തെ വല്ലാണ്ട് ഭയപ്പെടുന്നു. കാരണം പ്രജിതക്ക് അതിന്റെ പ്രജിത ഒന്ന് മനസ്സിലാക്കണം. പ്രജിത എല്ലാ തരത്തിലും പ്രജിത ജയിച്ചിരിക്കുന്നു, ഇനി എതിരാളികൾ പോലുമില്ല, പ്രതിപക്ഷം പോലും ഇല്ലാതായിരിക്കുന്നു. മമതാ ബാനർജി തലകുത്തി വീണിരിക്കുന്നു, ആം ആദ്മി പാർട്ടി വീണിരിക്കുന്നു, ഇനി ആകെ ഉള്ളത് കോൺഗ്രസ്, അതൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫ്രം നോവർ എന്ന് പറയുന്ന പോലെ, അതായത് ശൂന്യതയിൽ നിന്ന് ഒരു സമരവും ആ സമരം വന്ന് തലക്ക് മുകളിൽ അടിക്കുകയും ചെയ്യുന്ന പറയുമ്പോ ആർക്കാണെങ്കിലും ഒന്നുണ്ടാവും, ഒരു ടെൻഷനും പരിഭ്രാന്തി ഉണ്ടാവും. ആ പരിഭ്രാന്തിയുടെ പുറത്താണ് ഐഷ ഘോഷിനെയൊക്കെ പിന്നെ തീരുമാനിച്ചത്. പിന്നെ വിനാശകാല വിപരീത ബുദ്ധിയാണ്. സത്യത്തിൽ ഇന്നലെ തിരിച്ചാലോചിച്ചാൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാകാനും അതായത് നമ്മൾ പറയില്ല ഒരു ബോംബിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഐഷി ഘോഷിനൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ വലിയ പ്രൊട്ടസ്റ്റ് CPM ഉൾപ്പെടെ അവിടെ നടത്താനും ഒക്കെ സാധിക്കുമായിരുന്നു. അതായത് CPM ഒരു ഫേസ് കൂടി ഇതുവരെ CJPയോട് ചേർന്നാണ് CPM ഐസ പോലുള്ള സംഘടനകളും ഒക്കെ നിന്നത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു സ്ഥാനം എന്ന് പറയുന്നതില്ല. ഒരു തവണ വന്ന് അവര് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി എന്ന് വരുത്തിയതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ സംഘടനകൾക്കൊപ്പം നിൽക്കുമ്പോൾ ഐഷി ഘോഷിന് അറസ്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മാനവും വേറെ ആകില്ലായിരുന്നു. ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ ഈ കേരളത്തിലിരുന്ന് ഇതുപോലെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് ഇതിൽ പരിഭ്രാന്തി ഇല്ല, ലോജിക്കൊന്നുമില്ല. കാരണം നമ്മൾ വളരെ ലോജിക്കലി കാര്യങ്ങളെ കാണാൻ പറ്റും. അങ്ങനെയാണ് പ്രജിത കണ്ടത്. പ്രജിത കണ്ട കാര്യമൊക്കെ കറക്റ്റാണ്. പക്ഷെ പ്രജിത, താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഭരണാധികാരികൾക്ക് പോലും ഈ വലിയ തിരിച്ചടിയും അടിയും ഒക്കെ കിട്ടുമ്പോൾ അവരുടെ ലോജിക്കൊക്കെ നഷ്ടപ്പെടും. മനസ്സിലായോ? നമ്മുടെ ഭയം ഉണ്ടാകുമ്പോൾ ലോജിക്ക് നഷ്ടപ്പെടും. പണ്ട് മറ്റേ മാന്നാർ മത്തായി സ്പീക്കിംഗ്, റാംജി റാവൽ സ്പീക്കിങ്ങിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് മത്തായിച്ച അത് വാഴയാണ് മത്തായിച്ച എന്ന് പറയുന്നുണ്ട്. വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞൂടെ എന്ന് പറയുന്നുണ്ട്. വാഴക്ക് വർത്താനം പറയാൻ പറ്റില്ലെന്ന് മത്തായിച്ചനെ അറിയാം. പക്ഷെ മത്തായിച്ചെങ്കിൽ ലോജിക്ക് മൊത്തം നഷ്ടപ്പെടും ഇത് ഭയം കൊണ്ട്. ഇതേപോലെ താങ്കൾ അറിയേണ്ടത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെ ഇന്ദിരാഗാന്ധി എത്തിയതറിയോ? ഒരു അലഹബാദ് കോടതി വിധി ഉണ്ടായി ഇവരെ അയോഗ്യരാക്കിക്കൊണ്ട്. അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു, അംഗീകരിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുകയോ റിവിഷൻ പെറ്റീഷൻ പോവുകയോ ഒക്കെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ കാര്യത്തിൽ കിട്ടുന്ന ഈ പറയുന്ന പോലെ വലിയ പരിഭ്രാന്തിയിൽ കുറെ റോങ് ആയിട്ടുള്ള അഡ്വൈസുകൾ കിട്ടി അടിയന്തരാവസ്ഥക്ക് പോയി.
അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ചീത്തപ്പേര് മുഴുവനായത് മാത്രമല്ല അടുത്തവണ ഭരണവും നഷ്ടപ്പെട്ട് അടപടലം തകർന്ന് തരിപ്പണം ഇപ്പൊ 77-ലെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോ. അല്ലാതെ ആഹാ അവര് ഇന്ദിരാഗാന്ധി നോക്കുമ്പോ ആരുമില്ല പേടിക്കാനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ, ചില മിസ്റ്റേക്കുകളൊക്കെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാവും. ആ മിസ്റ്റേക്കാണ് ഇവർ ഇപ്പൊ കാണിച്ചുകൊണ്ടിരുന്നത്. വിവരം കെട്ട മിസ്റ്റേക്കാണ്. താങ്കൾ പറഞ്ഞ പോലെ ഇന്നലെ ഐഷി ഘോഷ് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടം ചിലപ്പോ അവിടെ വീണ്ടും തുടങ്ങുമായിരുന്നല്ലോ. തുടങ്ങുമായിരുന്നു, ഉയർന്നെഴുന്നേക്കുമായിരുന്നു. ഒന്ന് ഇനി അല്ലെങ്കിൽ പോലുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് തന്നെ ഇപ്പൊ CJP പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് വീണ്ടും ജന്തർ മന്ദറിലേക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും, ഞങ്ങൾ മാർച്ച് ചെയ്യുമെന്ന്. സത്യം പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ കൈയും കാലും ഇട്ടടിച്ച് ഉരുണ്ടിട്ടാണ് ഈ സമരം നിർത്തിയെന്ന് അറിയാമോ? അതായത് നാളെ ഉച്ചവരെ ഞങ്ങൾ സമയം തരൂട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ബീഹാറൊക്കെ കത്തി. ബീഹാറൊക്കെ കത്തിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എവിടെന്നോ മറ്റേ ഒരു ശരിക്കും പറഞ്ഞാൽ പോലീസ് ആർമറിയിൽ നിന്നൊക്കെ ഒരു തോക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് പണിയുണ്ട്. ഉണ്ട കിട്ടണമെങ്കിൽ അതിലും വലിയ പണിയുണ്ട്. ആ ഉണ്ട കിട്ടണമെങ്കിൽ പണിയുള്ള സ്ഥലത്ത് AK-47 തോക്കുമായിട്ടൊരു പോലീസുകാരൻ വന്ന് വെടിവെക്കുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് എങ്ങനെയെങ്കിലും കൈകാലിട്ടടിച്ച് ഒരു കണക്കിന് നരേന്ദ്രമോദി ബുദ്ധിയൊക്കെ കാണിച്ച് പുള്ളി തന്നെ സമരക്കാരോടൊപ്പം ചേരണേന്ന്, ഞാൻ നിങ്ങളുടെ ഒപ്പമാണ്, ഹലോ ഫ്രണ്ട്സ്, ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഒപ്പമാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണ്, ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാണ് സമരം നിർത്തിയത്. എന്നിട്ട് പിന്നെ ഇത് വേട്ടയാടി ഇത് എന്ത് ചെയ്തേക്കാം, തീർത്തേക്കാമെന്ന് പറഞ്ഞാൽ ഇത് അവര് കാണിക്കാൻ പോണ മണ്ടത്തരമാണ്. പക്ഷെ ഈ മണ്ടത്തരം കാണിക്കാതെ അവർക്ക് വേറെ വഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടി വരുന്നു. ഇപ്പൊ 5 ലക്ഷം 7 ലക്ഷം 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് അതിനായിട്ടുണ്ടായിരുന്നു. E20 പെട്രോളിന്റെ പുറത്ത് വലിയ പുതിയ പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു. അതിന് അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ നിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരെണ്ണം പരാജയപ്പെട്ടാലുണ്ടല്ലോ, ഈ ബിസിനസ്സിൽ എപ്പോഴും ഒരു കാര്യം പറയും, പ്രശ്നങ്ങൾ ഒറ്റക്കൊറ്റക്ക് പറ്റില്ല, പ്രശ്നങ്ങൾ കൂട്ടമായിട്ട് എന്ത് ചെയ്യുള്ളൂ. സിനിമയിൽ മാത്രമേ തല്ലുന്നവർ എന്ത് ചെയ്യുള്ളൂ, നായകന്റെ അടുത്ത് ആദ്യം 4 പേര് വന്ന്, പിന്നെ 4 പേര് വന്ന്, പിന്നെ 4 പേര് വരുള്ളൂ. മറ്റതങ്ങനെയല്ല, നമ്മളെ വെട്ടുക്കിളികളെ പോലെ ആക്രമിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണിത്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ വെഞ്ചൻസും ഇവരുടെ പകയും ഒക്കെ എന്ത് ചെയ്യുന്നു. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പറയും ചെയ്യണ ശരിയല്ലെന്ന്, ആ വൃത്തികേടാണെന്ന് അറിയാം. അതുകൊണ്ടിട്ടാണ് ഇന്നലെ ജോൺ ബിട്ടാസ് വന്നപ്പോഴത്തേക്കൊന്നും ചൂടിപ്പോയത്. ശരിക്കും സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം മറ്റേ നിങ്ങൾക്ക് യൂണിഫോം ധരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ യൂണിഫോം ധരിക്കാതെ തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാർഡ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവണമെന്നാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായത് ആളുകൾ കാണുന്ന രീതിയിൽ ഉണ്ടാവണം. ഇവരുടെ ID കാർഡ് പോലും ഉണ്ടായില്ല. ഇവരുടെ ID കാർഡ് പോലും ഉണ്ടായില്ല. അപ്പൊ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 35 ദിവസത്തോളം അവിടുത്തെ സമരത്തിന് 45 ദിവസത്തോളം കണ്ടിന്യൂസ്ലി നിൽക്കുകയും അതിന്റെ മുഖമായി മാറുകയും അതിന്റെ പുറകിലെ വലിയ ചാലകശക്തിയായി മാറുകയും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ നമ്മുടെ അഭിജിത്ത് ദീപ്കെ തന്നെ ഒരു കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സമരം എങ്ങനെ കൊണ്ടുപോകണം, എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മാർഗനിർദ്ദേശം നൽകിയത് പലപ്പോഴും ഇടതുപക്ഷവും SFI ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ ദിവസം ഓർഗനൈസർ ലേഖനം വരികയും അതിന്റെ ഭാഗമായിട്ട് പക വീട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ താങ്കൾ പറഞ്ഞാണ് അതിന് ശരി. അങ്ങനെ പക വീട്ടാൻ ഇറങ്ങിത്തിരിച്ചാൽ ഇനി എല്ലാരും പോയി, പേടിക്കാനൊന്നുമില്ല, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കരുത്. വീണ്ടും ഈ സമരം അത് തുടരും, ശക്തിപ്പെടും, തുടരും, തീവ്രമായി ആഞ്ഞടിക്കും. സത്യത്തില് ഈ സമരം ഇത്ര പോലും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അവരവിടെ എങ്ങാനും കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ലാത്തി ഘടിപ്പിച്ച് ആണിയൊക്കെ ഇട്ട് വന്ന് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് തലവേദന ഉണ്ടായത്. വല്ല ആവശ്യമുള്ള കാര്യമാടാ. ഏത് പ്രക്ഷോഭത്തെ ആണെങ്കിലും നിങ്ങളൊരു അൺറീസണബിളി അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും. അവര് മാന്യമായിട്ടും മര്യാദക്കുമാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അതുകൊണ്ട് ഇത് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് തീക്കൊള്ളി കൊണ്ട് തലയുറിയിലാണ്. പക്ഷെ സ്വന്തം തലയാണെന്നും തീക്കൊള്ളിയാണെന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചറിയില്ലേ കാര്യവും.